വരുന്ന സമൂഹത്തിൽ ഈ ഏറ്റവും കൂടുതൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് നേരിടാൻ സാധ്യതയുള്ളത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം എനിക്കറിയാവുന്നിടത്തോളം അമേരിക്കയിലുള്ള മറ്റെല്ലാ ജനവിഭാഗങ്ങളും അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് കോൺഷ്യസ് ആണ്. ഇസ്ലാം ആണെങ്കിലും ജൂയിഷ് കമ്മ്യൂണിറ്റി ആണെങ്കിലും അതുപോലെ വേറെ ഏത് റിലീജിയസ് ട്രഡീഷനിലുള്ള കമ്മ്യൂണിറ്റീസൊക്കെ ആണെങ്കിലും അവരുടെ ഐഡൻറ്റിറ്റി പ്രിസർവ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ ഒരുവൻ്റെ അസ്തിത്വം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയാണ് അവൻ്റെ ലോക്കസ് എന്ന് പറയുന്നത്. അവൻ അവിടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വിതൗട്ട് ഹാവിങ് an individual identity which is inherited from the glorious heritage of India, the new generation cannot continue their life here with a ഡിഗ്നിഫൈഡ് സ്റ്റാറ്റസ് ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ട് ആ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവുകയും അതിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. മാതാപിതാക്കളും അതിന് ഏറെ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്, നെഹ്റുവിൻ്റെ കുടുംബത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ചില എഴുത്തുകൾ കണ്ടിട്ടുണ്ട്. സോണിയാഗാന്ധി എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിൽ അവർ ഹിന്ദി അല്ലാതെ വേറൊരു ഭാഷ സംസാരിച്ചിരുന്നില്ല എന്നുള്ളത്. നെഹ്റു ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി ആണെങ്കിലും കൊച്ചുമക്കളായിരുന്നാലും ശരി, സോണിയാഗാന്ധി ആ കുടുംബത്തിൽ വന്നിട്ട് ആദ്യം നേരിട്ട പ്രയാസം വീട്ടിൽ ഇംഗ്ലീഷ് പറയാനായിട്ട് അവകാശം ഉണ്ടായിരുന്നില്ല. ഇത്രയും പ്രോഗ്രസീവായിരിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഒരു ഫാമിലി എന്തിനാണത് ചെയ്തത്? ജസ്റ്റ് കീപ്പ് അപ്പ് ഓർ അപ്ഹോൾഡ് ദെയർ ഐഡൻറ്റിറ്റി. അത് ഈ തലമുറയും അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളും ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ധാരണ. കാരണം ഭാഷ സംസ്കാരത്തെ ഇൻകൾക്കേറ്റ് ചെയ്യുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവുകയും ആ ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പ്രധാന സംഗതി കൾച്ചറൽ വാല്യൂസ് ആൻഡ് ലാംഗ്വേജ്, ഇതേക്കുറിച്ച് കൂടി ബോധമുള്ളവരായിട്ട് തീരുക എന്നുള്ളതാണ്. എന്നാൽ അതുകൊണ്ടൊരു ഫനാറ്റിക് ഫണ്ടമെൻ്റലിസ്റ്റ് ആകണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു വേൾഡ് സിറ്റിസൺ എന്ന നിലയിൽ തന്നെ നമ്മുടെ പുതിയ ജനറേഷൻ മാറേണ്ടിയിരിക്കുന്നു. വിതൗട്ട് ലൂസിങ് their individual identity, they can grow up at any level. അതുകൊണ്ട് അതിലേക്ക് ഉള്ള ഒരു ശ്രദ്ധ അവർ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തന്റെ ഇഷ്ടം നിവർത്തിപ്പാനായി ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കട്ടെ.
ആയിരത്തി 1988 ബ്രൂക്ലിൻ സെൻറ്റ് ബേസിലിയോസ് ഇടവകയിൽ നിന്നും കേവലം 29 ഇടവകക്കാരോടുകൂടി ജാക്സനേറ്റിൽ വന്ദിനായ TM സക്രിയ കോർസ്പിക്കോപ്പയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ചെറിയ സമൂഹമായിരുന്നു ഇത്. അവിടെ നിന്നും പല സ്ഥലങ്ങളിലായി ആരാധനകൾ അർപ്പിക്കുകയും നാട്ടിൽ നിന്നും കൈമുതലായി ലഭിച്ചിരുന്ന സഭയുടെ ആ ട്രഡീഷൻസും വിശ്വാസ ആചാരങ്ങളും മറന്നുപോകാതെയും നഷ്ടപ്പെട്ടു പോകാതെയും വരും തലമുറയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി വളരെ കഷ്ടപ്പാടുകളിൽ കൂടി കെട്ടിപ്പുലർത്തിക്കൊണ്ടുവന്നതാണ് ഈ ഇടവക. 1991 ഈ ദേവാലയം വാങ്ങിക്കുന്നതിന് ഇടവന്നു. അത് ജാക്സനേറ്റിൽ എല്ലാവരും ഒരുമിച്ച് വാങ്ങിച്ച ഈ ദേവാലയത്തിൽ കുറച്ച് ഭവനക്കാർക്ക് ഇത് ദൂരമെന്ന് കാണുകയും വളരെ സ്നേഹപൂർവമായിട്ട് അവർ ഇതിൽ നിന്നും ജാക്സണിലേക്ക് തന്നെ മറ്റൊരു ഇടവകയായിട്ട് രൂപീകരിക്കുകയും ചെയ്തു. രണ്ടും വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള ഇടവകയായി വളരെ സാഹോദര്യ സ്നേഹത്തോടുകൂടി ഒരു കുടുംബം എന്ന പോലെ തന്നെ, സൗകര്യാർത്ഥം രണ്ടിടവകയായെങ്കിലും ഒരു കുടുംബം എന്ന പോലെ തന്നെ ഇന്നും ഇത് മുന്നോട്ട് പോകുന്നു. ഈ ദേവാലയത്തിൻ്റെ ചുമതല ബൽഗൈനായ ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് നിർവഹിച്ചുകൊണ്ട് പോകുകയാണ്. പട്ടമേറ്റിട്ട് ഒരു വൈദികനായിട്ട് 10-40 വർഷമായെങ്കിലും ഈ ഇടവകയോടുള്ള അതുല്യമായ എൻ്റെ സ്നേഹത്തിന് കാരണം ഇവരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ്. അതിൻ്റെ ഒരു മകുട ഉദാഹരണമാണ് വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന അപാല വൃന്ദം എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാന അനുഭവിച്ചാണ് പിരിയുന്നത്. കാണികളായി വരാതെ ഭാവുഭാക്കളായി കുർബാനയിൽ സംബന്ധിച്ച് പിരിയുന്ന ആ സ്നേഹം. അതുപോലെ തന്നെ ആർക്കെങ്കിലും രോഗമോ ആ വിധത്തിലുള്ള വിഷമതകൾ വരുമ്പോൾ കൂട്ടമായും ഒറ്റയ്ക്കായും ആ ഭവനങ്ങൾ സന്ദർശിച്ചിട്ടുള്ള പ്രാർത്ഥനകളും ആശ്വാസവചനങ്ങളും ഇതെല്ലാം നമ്മുടെ പൂർവികരിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത് നാം കീപ്പപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. അതിൻ്റെ പേരൻസ് കാണിക്കുന്നതായ ആ വിശ്വാസത്തിൻ്റെയും ട്രഡീഷൻസിൻ്റെയും മകുടോദാഹരണമാണ് ഈ ഇടവകയിലുള്ള 40ഓളം ഉള്ള യൂത്ത്. അവർ വളരെ കാര്യക്ഷമയോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും ആരാധനകൾ സംബന്ധിക്കുന്നു. അതുകൂടാതെ എസ്പെഷ്യലി മാസത്തിൽ ഒരിക്കൽ അവർക്ക് ബൈബിൾ സ്റ്റഡീസ് ഉണ്ട്. അവരെല്ലാവരും അതിൽ സംബന്ധിക്കുന്നുണ്ട്. ക്ലാസ്സുകളുടെ കോളേജിൻ്റെയൊക്കെ അത് നോക്കിക്കൊണ്ട് അവരത് ക്രമീകരിക്കുന്നു. അതിൽ ഇവിടെ ജനിച്ച് പഠിച്ചിരിക്കുന്ന ശമാസന്മാർ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. നാട്ടിൽ നിന്നും വരുന്ന അഭിമന്യ മെത്രാസന്മാരെയും മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെയും ലഭിക്കുമ്പോൾ അവരും അതിന് നേതൃത്വം നൽകുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് ഈ ഇടവകയിൽ ഇതിൻ്റെ ഒരു വികാരിയായി മുന്നോട്ട് പോകുന്നതിന്. ഈ ഇടവകക്കാരുടെ സഹകരണവും സ്നേഹവും അത് എനിക്ക് പ്രചോദനം നൽകുന്നു. താങ്ക് യു വെരി മച്ച്.